കലാകാരനല്ലാത്തവനെ സമൂഹം അംഗീകരിക്കത്തില്ല. വിറ്റെന്തോന്നറിയൂ, പുള്ളി പോലീസുകാരന്. പട്ടി അടിച്ചു പിന്നെ അപ്പം ചെറിയ ചില ദിവസങ്ങളിൽ ഉള്ള കാറ് കാണും. എന്റെ വിരല് പോലും അനക്കാൻ പറ്റില്ല. അല്ല എന്താ മച്ചു വെള്ള ചുമ്മാ ക്രീം വെള്ളേ. നമ്മളിന്ന് മാച്ചിങ് ഇരട്ടവറ്റവനുണ്ടല്ലോ, ഇരട്ടവറ്റകളൊക്കെ ഉണ്ടല്ലോ. എന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല. അടിപൊളിയാ. ഉണ്ടെന്ന് ഇവിടെ ആര് പറഞ്ഞു? ഞാനോതും കേട്ടോ. കൊള്ളാം കേട്ടോ. നമ്മള് ഒരേ കളർ മറ്റേ ക്രീം വൈറ്റ്. നിങ്ങളും കറുപ്പല്ലേ ഇട്ടേക്കുന്നത്? കറുപ്പല്ലോ, ഇത് ഗ്രേ ഓൾമോസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ്. അത് പച്ച കണ്ണാലെടുത്ത് പോയി കൊച്ചേ. കണ്ണാടി വെച്ചില്ലേ? ഞാൻ കണ്ണാടി നോക്കാം. കണ്ണാടിയോ? ഇത് ഡാർക്ക് ഗ്രേ അല്ലാതെ ഒരു ചെറിയ ലൈറ്റിന്റെ സോറി പച്ച ഷെയ്ഡ് അടിച്ചിട്ട് പറഞ്ഞതാ. എന്നാലും എവിടെ ഞങ്ങൾക്കൊന്നും പച്ച ഇവിടെ ഇരുന്ന് നമ്മളെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകും. ടോപ്പിക്കിന്ന് കൈ അടിച്ച് തുടങ്ങും. അല്ല, ട്യൂഷൻ ക്ലാസ്. ട്യൂഷന് പോകാത്തവരാരും ഇവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ പോയത് ഞാൻ. എന്റെ ഓരോ ജീവിതത്തിൽ ട്യൂഷൻ ക്ലാസ് ഇല്ലാത്ത ഓർമ്മകൾ പോലും ഇല്ല. എല്ലാ പ്രായത്തിലും ഉണ്ട് ട്യൂഷൻ. കുഞ്ഞായിരിക്കുമ്പോ അവരുണ്ട്. നീ മറ്റേ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു ഈ ICSE പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഉള്ളൂ ഓരോ സബ്ജക്റ്റിനും ഓരോ ട്യൂഷൻ. ഹിസ്റ്ററിക്ക് ട്യൂഷൻ പോയിട്ടുണ്ട്. ഹിസ്റ്ററി, മലയാളത്തിന്, ഇംഗ്ലീഷിന് 2 ട്യൂഷൻ. സത്യമായിട്ടും ബയോളജിക്ക് ട്യൂഷൻ, കെമിസ്ട്രിക്ക് ട്യൂഷൻ, ഫിസിക്സിന് ട്യൂഷൻ. ഇതെല്ലാം ഓരോ 10ാം ക്ലാസ്സിലെ കാര്യം പറയുന്നത് കേട്ടോ. അല്ല, അതിന് ഇംഗ്ലീഷിന് 2 ട്യൂഷൻ, 2 ഒന്ന് ഓൾറെഡി ആ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പോകുന്ന സെബാസ്റ്റ്യൻ സാറുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും പോകും. അപ്പൊ ICSE പഠിക്കുന്ന ആ ബാച്ച് പഠിക്കുന്ന എല്ലാവരും അവിടെയും കാണും. അപ്പൊ അവിടെ ഞാൻ എന്തായാലും അവിടെ ഒരു 3 ICSE സ്കൂളുണ്ട്. ഈ 3 സ്കൂളിലെ പിള്ളേരും അവിടെ പോകും. പിന്നെ വീടിന്റെ അടുത്ത് മമ്മിയുടെ കൂട്ടുകാരി ഉണ്ട്. പുള്ളിക്കാരിയുടെ മോള് ട്യൂഷൻ പഠിപ്പിക്കും. മറ്റേ ഇംഗ്ലീഷിന് നല്ല അത്യാവശ്യം നല്ല 2-3 ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടല്ലേ? സിനിമ കണ്ടിട്ടുണ്ട്. ആ കുട്ടി വന്ന ഇംഗ്ലീഷ് സിനിമ കാണും. നീ അവരുടെ അടുത്ത് ട്യൂഷൻ പോകാം. അല്ല, പുള്ളിക്കാരി ഇംഗ്ലീഷിന് ഭയങ്കര ടോപ്പാ. അപ്പൊ മമ്മിയുടെ മോനല്ലേ ഒന്ന് പഠിപ്പിച്ചേക്ക്. ഇംഗ്ലീഷിന് 2 ട്യൂഷൻ ആയിരുന്നു. ഞാൻ റോഷിനി. മിസ്സായല്ലോ. എന്ത് കലാകാരനല്ലാത്തവനെ സമൂഹം അംഗീകരിക്കത്തില്ല. പറ, കുഴപ്പമില്ല, കേട്ടില്ല, സോറി. ഞാൻ വേറെ കോൺവെർസേഷനിലായി പോയി. എന്തായിരുന്നു? അങ്ങനെയൊക്കെ ട്യൂഷൻ പോകണ്ട. ആണോ? അവിടെ നിന്നൊന്നും ഞാൻ പഠിച്ചില്ല. ഞാൻ പോയടത്തുനിന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ പുള്ളി കിടിലുമായിട്ട് പഠിപ്പിക്കും. 2 ആഴ്ച 3 ആഴ്ച കൊണ്ട്. അതുകൊണ്ട് അത്രയും 3 സ്കൂളിലെ പിള്ളേരും പുള്ളി എടുത്ത് തന്നെ ട്യൂഷൻ പോകുന്നത്. മറ്റേ ട്രിനിറ്റി ലൈസിയം, പിന്നെ ഇൻഫന്റ് ജീസസ്, മൗണ്ട് കാർമൽ, ഇവിടെയുള്ള എല്ലാവരും ഇംഗ്ലീഷിന് സെബാസ്റ്റ്യൻ. അവിടെ ട്യൂഷൻ ക്ലാസ് വരുന്ന പിള്ളേരെന്ത് സ്കൂളിൽ അത്ര ഉണ്ട്. അതായത് മറ്റേ ബാച്ചായിട്ട്, അതായത് ഒരു ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് കയറും. ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 60 പേര് കാണും. ഞങ്ങളുടെ ബാച്ച് ഇറങ്ങാൻ നേരത്തെ അങ്ങനെയായിരുന്നു. ഒരു സ്കൂൾ പോലെ. പക്ഷെ ആ ട്യൂഷൻ ക്ലാസ് കാണണം, നിന്ന് തിരിയാൻ പറ്റത്തില്ല. ആ ക്ലാസ് ഷെഡാ. പുള്ളിയുടെ വീടിന്റെ സൈഡിൽ ഒരു മറ്റേ ടാർപ്പൊക്കെ വെച്ച് ഒരു ഷീറ്റ് അടിച്ച് ഒരു ഷെഡ് പോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പപ്പടം അടുക്കി വെച്ചേക്കുന്നതാണ്. പപ്പടം അടുക്കി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് നമുക്കൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ എരിഞ്ഞിരുന്ന എഴുന്നേക്കണമെങ്കിലേ പെട്ടെന്ന് സാർ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി എഴുന്നേപ്പിക്കുമ്പോ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. അയ്യോ, എത്രാം ക്ലാസ്സിലായിരുന്നു ഇത്? 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 9th 10th മാത്രമേ ഉള്ളൂ പഠിപ്പിക്കത്തുള്ളൂ. പക്ഷെ 9th 10th ആ 3 സ്കൂളിൽ എല്ലാവരും അവിടെ കാണും. അപ്പം ഇംഗ്ലീഷ് ഈ സാറിന്റെ അവിടെ തേപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇംഗ്ലീഷ് പേടിക്കണ്ട, ഇത് പാസ്സാവും. ഇത്ര വർഷമായിട്ടും പുള്ളി അന്ന് പഠിപ്പിച്ച 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഗ്രാമർ ഞാൻ ഇപ്പോഴും എല്ലാവരും തിരിഞ്ഞടിക്കും. അടി ഭയങ്കര അടിയാട്ടോ ഇംഗ്ലീഷിന് അടിയാ. അയ്യോ,
ഞാൻ ഒളിച്ചു പോവുമായിരുന്നു അവിടെ. അപ്പോഴാണ് എൻ്റെ അവിടെ വേറൊരു പ്രണയം പൊക്കിയത്. അപ്പൊ അവളുടെ തന്ത വന്നിട്ട് സാറിനോട് സംസാരിച്ച് എന്നിട്ട് പറഞ്ഞ് ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുത്തനുമായിട്ട് എൻ്റെ മോൾ ഇഷ്ടത്തിലാണ്. അപ്പൊ സാറിന് അതുവരെ ഞാൻ മറ്റേ ട്യൂഷൻ ക്ലാസ്സിൽ സെബാസ്റ്റ്യൻ സാർ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ മെയിൻ ആളായിട്ടില്ല. അതായത് കുറെ പഠിക്കാത്തമാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളായിരുന്നു. അന്ന് തൊട്ട് ഞാൻ നമ്പർ സ്പോട്ടഡ് ആയി. എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ വന്നത് പ്രണയിച്ചോടാന്നുള്ള തന്റെ പേര് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോ അയാളല്ലോ എടുത്ത് ഫോൺ എടുത്തത്. അപ്പൊ പിന്നെ അയാൾ പൊക്കിയല്ലോ. അല്ല വീട്ടിൽ പൊക്കി. അപ്പൊ അവളുടെ ആൾക്കാർക്ക് മനസ്സിലായി. വീട്ടിൽ പൊക്കി കഴിഞ്ഞപ്പോ അങ്ങനെ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജാക്കി ഇല്ലേ മാത്സ്, അവിടെ അവള് പഠിക്കുന്നു, അവളെ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെയും വന്നു ഇവിടെയും വന്നു. 2 ട്യൂഷൻ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു എന്റെ മോൾ ഇവരോട്ട് ഇഷ്ടത്തിലാണ്, ഒന്ന് നോക്കിക്കോണം, ബാക്കി ഞാൻ നോക്കിക്കോളാം. ട്യൂഷൻ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, അയ്യോ വിറ്റെന്തോന്നറിയൂ, പുള്ളി പോലീസുകാരന്. അറസ്റ്റ് ചെയ്യണം സാർ, അറസ്റ്റ് ചെയ്യൂ. ഞാനൊന്ന് കൊച്ചല്ലേ, അതായത് കൊച്ച മീൻസ് 9ാം ക്ലാസ്. ഇപ്പൊ നോക്കുമ്പോ കൊച്ചാണല്ലോ. അപ്പൊ അന്ന് മമ്മി എന്നെ പേടിപ്പിക്കും. പോലീസുകാരന്റെ മോളെ പിടിച്ചോണ്ട് ഉറപ്പായിട്ട് നീ ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോ ജീപ്പ് വന്ന് നിർത്തും, ജീപ്പിക്ക് ഇന്ന് കയറ്റിക്കൊണ്ട് പോകും. എടാ പോലീസുകാരനാണെന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും. പക്ഷെ ഞാൻ പേടിച്ച് നിർത്തി. ഞാൻ പേടിച്ച് നിർത്തി. അങ്ങനെ 8ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം 9ാം ക്ലാസ്സിൽ തുടക്കത്തിൽ വെച്ച് പിടിച്ചു. പിന്നെ ഞങ്ങള് എനിക്ക് പേടിയായിരുന്നു, ഞാൻ നോക്കത്തില്ല, അവളും നോക്കുന്നില്ല. കുറച്ച് ആൾ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണും ലോക്കായി ട്യൂഷൻ ക്ലാസ് സ്കൂളിൽ വെച്ച്. അപ്പൊ ഞാൻ ചിരിച്ചു, അവള് പിന്നെ അല്ല അപ്പൊ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ കുറച്ചുകൂടി ധൈര്യം വെക്കുമല്ലോ. അപ്പൊ ഞാൻ പിന്നെ തുടങ്ങിയേക്കാം. പിന്നെ അങ്ങേര് പോലീസാന്ന് പറഞ്ഞു ഞാനെന്ത് വേണം. അയ്യോ അങ്ങനെ ഇപ്പഴും പോലീസല്ലേ? അയ്യോ ചുമ്മാ ആവേശത്തിന് ഇവന്മാര് പറഞ്ഞു. അല്ല പുള്ളി റിട്ടയറായി. എന്നാലും കോണ്ടാക്ട്സ് കാണുമല്ലോ, വിളിച്ചു പറഞ്ഞാലോ. ഓരോ വിഷയത്തിലും ഓരോ ട്യൂഷൻ. ഇവന് ഇത്രയൊന്നുമില്ല, എനിക്കുള്ള ഹിസ്റ്ററി സീനിയർ ആയി പറയേണ്ട ആവശ്യം അതെങ്ങനെ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത് നൈസായിട്ട് കേട്ടോ. ഞാൻ കുറച്ചു നേരത്തേക്ക് ഉദ്ദേശശുദ്ധി വേണ്ട. ഞാൻ അതേ ട്യൂഷൻ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ അതുവരെ ട്യൂഷൻ എന്നിട്ട് പാസ്സാവുമായിരുന്നു. ട്യൂഷൻ പോകാത്ത വർഷമില്ല. ഞാനൊക്കെ 1ാം ക്ലാസ് തൊട്ടേ ട്യൂഷൻ. ഞാൻ 8ാം ക്ലാസ്, അതും ഒരു പ്രൈവറ്റ് ട്യൂഷൻ ഒരു ആന്റി, മലയാളി ആന്റി എടുക്കുന്ന എന്റെ ബിൽഡിങ്ങിന്റെ ഇപ്പുറത്തെ ബിൽഡിങ്. പക്ഷെ പോകുമ്പോ മതിലാടി പോകാൻ പറ്റത്തില്ലല്ലോ, കറങ്ങി പോണം. ഒരു ദിവസം ഇങ്ങനെ രാവിലെ പോവായിരുന്നു. അങ്ങനെ പോയപ്പം ട്യൂഷന് പോയാൽ മൊത്തം കറങ്ങി പോവാതിരിക്കാൻ മതിലാടി പോയിക്കൊണ്ടിരുന്നത്. മതിലാടി പോവാന്നാ പറഞ്ഞത്. ചോടാ എന്നിട്ട് ഒരു ദിവസം പട്ടി അടിച്ചു. പിന്നെ എങ്ങനാ പോകുന്നത്? ആ വീട്ടിലോട്ടാണോ മതിലാണ് നിൽക്കുന്നത്? ഓൾറെഡി ഗേറ്റ് വഴി ഗേറ്റ് വഴി പോയിട്ട് ചാടി അല്ല കടിച്ച്. അപ്പൊ പിന്നെ മതിലാടിയായിരുന്നില്ല. ഫ്ലാറ്റിലായിരുന്നു ട്യൂഷൻ. ഫ്ലാറ്റിൽ എവിടാ ഗേറ്റ് പട്ടിയൊക്കെ? നീല്ലേ പറഞ്ഞു എന്റെ ഫ്ലാറ്റിന്റെ ഗേറ്റ് ക്രോസ് ചെയ്ത് പോയി. ഞാൻ എങ്ങനെ പോയിട്ടുണ്ട്, പക്ഷെ പട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ക്രോസ് ചെയ്ത് പോയി. അപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം പട്ടി എനക്കിട്ട് ബബു 2 കൊല. ഞാൻ പേടിച്ചു, ഞാൻ ഓടാൻ പോയി. പട്ടി വന്ന് പറയുന്നു ഓടാൻ പോയി, നടന്നു പോയിക്കൂടായിരുന്നു. കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പറ്റി. കടിച്ചില്ല, എനിക്ക് തോന്നി കടിച്ചെന്ന്. ആദ്യം നീ 8ാം ക്ലാസ് ട്യൂഷന് പോയെന്ന് പറഞ്ഞു, പിന്നെ നീ പറഞ്ഞു 8ാം ക്ലാസ് നടന്നു പോയി പോലീസ്. എന്നിട്ട് എനിക്ക് തോന്നി കടിച്ചത്, പക്ഷെ അത് തുണിയിലായിരുന്നു പിടിച്ചത്. കടിച്ചു വെച്ച തുണിയിലായിരുന്നു. അങ്ങനെ പറയണോ? കടിച്ചു എന്ന് പറയരുത്. പട്ടി അവിടെ ഞാൻ എപ്പ കടിച്ചു?
അനാവശ്യം പറയുന്നോ തള്ളേ? അവള് ഗുജറാത്തിലോട്ട് വരണോ? ഇത്തവണ ശരിക്കും കടിക്കുന്നത്. ബാബു ബാബു ഷോൾഡർ അറ്റ കിട്ടിയോളൂ. പിന്നെ ഞാൻ വീണ് കൈ ഇപ്പോഴും എനിക്ക് ഇവിടെ പാടുണ്ട്. അത് പക്ഷെ ചിന്തിച്ചു നോക്കി പട്ടി കടിക്കാൻ വരുന്നൊക്കെ. എന്നെ അത് കട്ടവട്ടിയായിരുന്നു, എനിക്ക് അതുകൊണ്ട് ഇഷ്ടമല്ല അത്. അപ്പൊ വെളുത്ത പട്ടി കടിച്ചാൽ അല്ല പേടിയാന്നായിരിക്കും പേടിയാണ്, കട്ടവട്ടികൾ കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. വെളുത്തപട്ടി കടിച്ചാൽ വെളുത്ത പോമറിനാണ് കുഴപ്പമില്ല, കുരയ്ക്കത്ത് കാണുമ്പോ തന്നെ അത്. പക്ഷെ അതാ കടിക്കുന്നത്. ആ പോമറൈന്റെ കൊര കണ്ടിട്ടുണ്ട്. പോമറൈനുള്ള വീട്ടിൽ ഞാൻ കേറത്തില്ല, ഗേറ്റ് പോലും തുറക്കത്തില്ല. എന്തിനു അത് ഞാൻ ആ ഗേറ്റ് എടുത്ത് പുറത്ത് വെക്കുന്നവരെ പട്ടി കുരക്കറില്ല. അല്ലല്ലോ എല്ലാരും കുരക്കാറുണ്ട്. എന്നിട്ട് പിന്നെ ട്യൂഷൻ പോക്ക് നിർത്തിയ? പിന്നെ ഞാൻ കുറച്ച് ദിവസം പോയില്ല. പിന്നെ പിന്നെ ഞാൻ പോത്തില്ലായിരുന്നു, അമ്മയുടെ കള്ളം പറയായിരുന്നു ട്യൂഷന് പോയത്. പോയെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കൂ. അമ്മയും അച്ഛനും ജോലിക്ക് പോകും, കൈ ഫോണും ഉണ്ട്. ചുമ്മാ ഇതൊക്കെ സ്ക്രിപ്റ്റഡാ, ഇതെല്ലാം സ്ക്രിപ്റ്റഡാ. ഞാൻ നാളെ വിളിക്കുമ്പോ പറയാം. ഇതൊക്കെ സ്ക്രിപ്റ്റ്. എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുന്നേ അമ്മ വിളിച്ച് ഡയലോഗ് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, അമ്മ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോ ചില കഥകളൊക്കെ കേൾക്കും. സാങ്കല്പികം വിശ്വസിക്കരുത്. ഈ പറയുന്ന ആളുമായിട്ട് ഒരു ബന്ധവുമില്ല, തികച്ച സാങ്കല്പികം. അയ്യോ. അമ്മ വിളിച്ചു, അമ്മയുടെ എടി നീ എത്തിയെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ അവിടെ സമയമൊക്കെ നോക്കി, ഓക്കെ ഐ റീച്ച്ഡ് മെസ്സേജ് അയക്കും. സമയമൊക്കെ നോക്കി 10 മിനിറ്റ് അമ്മ ഞാൻ എത്തി കേട്ടോ. വീട്ടിൽ ഇരുന്ന് ഓട്സ് കഴിച്ചിട്ട് ഐ ആം റീച്ച്. റോട്ടിൽ വല്ലാത്ത ട്രാഫിക്. 2 മിനിറ്റ് ബൈക്ക് കേട്ടാ ഞാൻ എങ്ങനെ കോളേജിൽ പോകാതിരുന്നിട്ടുണ്ട്. കോളേജിൽ പോയി ആരും ഇല്ലല്ലോ. അല്ല ഇപ്പഴും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ദൈവമുണ്ട് ചില ദിവസങ്ങൾ കിടക്കാൻ നേരത്തെ ഇവിടെ പോകുന്നു. രാവിലെ ക്ലാസ് ഉണ്ട്, കോളേജിൽ പോകണം. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ ഇവിടെ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അല്ല നീ ഇന്നലെ പോകുമെന്ന് പറഞ്ഞിട്ടോ? ഞാനൊന്നും പോയില്ല, കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. എൻ്റെ അമ്മ ട്യൂഷൻ ക്ലാസ് പക്ഷെ കിടിലോ കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൽ നല്ല രസം. നമ്മള് മറ്റേ ഈ സൈക്കിളൊക്കെ തന്നു വിടുന്ന ട്യൂഷൻ ക്ലാസ്സിലാണ് സൈക്കിൾ ഔട്ടാൻ പറ്റുന്ന ഒരു അവസരം ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ. അത് ശരിയാ കേട്ടാ. റോളൊക്കെ ഇട്ട് ചവിട്ടി അവിടെ എത്തുന്നത് ഗ്യാങ്ങായിട്ടാണ്. കുറച്ച് കൂട്ടുകാരുണ്ടാവും, റേസ് ഒക്കെ വെച്ച്. എന്നിട്ട് ചില വഴികൾ എത്തുമ്പോ ഇങ്ങോട്ടെത്തുമ്പോ ഞങ്ങള് പോണ വഴിക്ക് പാടൊക്കെ ഉണ്ടാവും, വലിയ പാടൊക്കെ. അപ്പൊ വരമ്പത്തോടെ ഈ സൈക്കിൾ ഓടിക്കുമ്പോണ്ടല്ലോ 2 ഇടവഴിയൊക്കെ വരുന്നത്, ചെറിയ വഴികൾ. അപ്പൊ ചെറിയ വഴി തട്ടാൻ പാടില്ല, ഗ്യാപ്പിൽ കൂടെ പോണം. പക്ഷെ മറ്റേ ഇതിരിക്കല്ലേ, മറ്റേ കൊമ്പിരിക്കുന്ന സൈക്കിൾ സീനായിരുന്നത്. കൊമ്പുണ്ടെങ്കിൽ നമ്മൾ വിചാരം നമ്മുടെ കൊമ്പാന്ന്. ചിലപ്പോ കൊമ്പൊക്കെ താത്തൊക്കെ ഇങ്ങനെ വെക്കും, ഇങ്ങനെ ചരിച്ചു വെക്കും, പിന്നെ മുകളിലോട്ട് വെക്കും, സൈഡിലോട്ട് വെക്കും. വെറൈറ്റി ആയിരിക്കണം, ഒരുത്ത വെച്ചടക്കം വെക്കരുത്. സൈക്കിൾ ചവിട്ടി ട്യൂഷന് പോകുന്ന വൈബ് തന്നെയായിരുന്നു. അയ്യോ, അപ്പോഴാണ് പറഞ്ഞ പോലെ സൈക്കിൾ തരുന്ന തന്നെ, തരത്തില്ല. ഞാൻ സൈക്കിൾ കിട്ടിയ സമയത്തുണ്ടല്ലോ, ഒരു ദിവസം സ്കൂളിൽ പോയ സമയം 8ാം ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തുണ്ടല്ലോ, ഞാൻ ട്യൂഷൻ പോകുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ് എനിക്ക്. എടോ സഞ്ചരിക്കുന്ന കാസനോ പറ്റൂ. അതെ പറ്റൂ. അല്ല 5ാം ക്ലാസ്സിൽ മറ്റേ ആന്റിസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വളഞ്ഞില്ല. അതിന്റെ എൻഡിങ് സ്റ്റോറി കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടാ. ആണോ? വളഞ്ഞില്ല, അതാണ് എൻഡിങ്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് അവളെ പ്രണയിച്ചു. 8ാം ക്ലാസ് എനിക്ക് മനസ്സിലായി അവള് വളയത്തില്ല. വേറെ കുട്ടി അങ്ങനെ 8ാം ക്ലാസ്സിൽ പിന്നെ 8ാം ക്ലാസ് ആയപ്പോ എനിക്ക് മനസ്സിലായി ഇത് നടക്കത്തില്ല. കാരണം ഓൾറെഡി അവള് ഞാൻ മറ്റേ തോറ്റതുകൊണ്ട് അവൾ ഓൾറെഡി എന്റെ സീനിയറായി. പിന്നെ ഞാൻ പിന്നെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് ബോധം വന്നു. അതുവരെയും ആരും ചോദിച്ചാലും ആരാ ഗേൾഫ്രണ്ട് അങ്ങനെ 8ാം ക്ലാസ് ആയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂളിൽ ഒരു പെങ്കൊച്ചുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ സ്കൂളിലുള്ള എല്ലാവരും അവളുടെ പുറകെ കിടക്കുക. അതായത് +1 പഠിക്കുന്നതും മറ്റേ മനസ്സിലായോ, മറ്റേ ഡാൻസ് ഒക്കെ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു കുട്ടി, നല്ല ഐശ്വര്യമൊക്കെ ഉള്ള നല്ലൊരു കുട്ടി. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അവളാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, മറ്റേ സ്കൂൾ ടോപ്പറാണ്.
അപ്പൊ ഇവള് എല്ലാരും പറഞ്ഞു ഡാൻസും കളിക്കും, സ്കൂൾ ടോപ്പർ എല്ലാവർക്കും ഇഷ്ടം. All in one. എല്ലാരും നോക്കി, അപ്പൊ ഞാനും നോക്കി. ഞാനത് ഒരു ദിവസം ഉള്ളു ക്യാൻറ്റീനിൽ ഇങ്ങനെ കമ്പിച്ചാരി നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആന്റിറ്റീസിന് പറയാൻ തുടങ്ങിയ സമയം. അപ്പൊ 8ാം ക്ലാസ് ഒക്കെ ആയല്ലോ. 8ാം ക്ലാസ് ആയപ്പോൾ ക്യാൻറ്റീൻ്റെ അടുത്ത് മറ്റേ ഫുട്ബോൾ കോർട്ടില്ല, മറ്റേ ഫുട്ബോൾ മറ്റേ ഇത് വെച്ചേക്കുന്നത്, പോസ്റ്റ് വെച്ചേക്കുന്നില്ലേ, അവിടെ നിന്നപ്പം നമ്മുടെ കൂട്ടുകാരൻ അവൻ പറയാം, വളയ്ക്ക് പോണെങ്കിൽ പേര് പറയത്തില്ല, ഞാൻ പേര് പറയത്തില്ല. ഞാൻ പേര് പറയത്തില്ല. പേര് പറയണ്ട, പേര് പറയണ്ട. കഥ പറഞ്ഞത് ആ കൊച്ചിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതാണ് ഇത്ര ഹൈപ്പ് വരുന്നത് വെച്ച് ഇത് കാണണമല്ലോ, ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടോ, ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം കണ്ടു. നല്ല സുന്ദരി, പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ തന്നെ ഊഹിച്ചു നോക്കി. അങ്ങനെ പിന്നെ 8ാം ക്ലാസ് തൊട്ട് അപ്പം ഇവളുടെ വീട് മറ്റേ BSNL ഓഫീസ്, പേര് പറഞ്ഞില്ല പക്ഷെ സ്ഥലം പറയാം. നമ്മൾക്ക് ഇരുന്ന് കംപ്ലീറ്റ്ലി കഥ പറയും. മൊത്തം ബീപ്പായിരിക്കുമല്ലോ. നമ്മൾ ഇങ്ങനെ അപ്പൊ ആ ഭാഗത്താണ് നമ്മളുടെ വീട്. അപ്പൊ അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടോ, ഒരു 7 കിലോമീറ്റർ ഇല്ല, 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ ഉണ്ട്. അത് അവിടം വരെ. അത് കഴിഞ്ഞ് സ്കൂൾ. അപ്പൊ ഇവളുടെ വീടിന്റെ വഴി കൂടെ പോകണമെങ്കിൽ സൈക്കിളിൽ പോകണം. അപ്പൊ മമ്മി പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ കൊണ്ട് ബസ് സ്റ്റോപ്പ് വെച്ചിട്ട് അവിടെ സ്ഥലത്തൊരു ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ആ കോർണിഷിൽ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോണോന്നേ പറഞ്ഞിട്ടുണ്ട്. സൈക്കിളും കൊണ്ട് സ്കൂളിൽ പോകാൻ പാടില്ല. ഞാൻ പക്ഷേ ഇവിടെ കാണണല്ലോ, ഇവളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ എങ്ങാനും ജെല്ലെടുത്ത് വെച്ചുകൂടെ കണ്ടാലോ, ജനലിൽ കൂടെ അങ്ങനെ കണ്ടാലോ എന്ന് വെച്ചിട്ട് സൈക്കിളോട് ഇത്രയും ദൂരം പോകും എല്ലാ ദിവസവും രാവിലെ. സ്കൂളിൽ എത്തുമ്പോഴേ വിയർത്തൊലിച്ചാ വരുന്നത് എല്ലാ ദിവസവും. എന്നിട്ട് ചില ദിവസങ്ങളിൽ ഇവളുടെ കാറ് കാണും. അല്ല കാറെങ്കിലും കണ്ടല്ലോ, സാധാരണ ഒന്നും കാണാം. അല്ല അല്ല പറ്റി ഇവള് കാറിലെ സ്കൂളിൽ വരും. അല്ല പക്ഷെ ഇവള് കാറിലാ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഇവള് കാറിൽ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ ആരും കാണത്തില്ല. അപ്പൊ ചില ദിവസങ്ങളിൽ കാർ ഇങ്ങനെ എടുത്തിട്ട് അവള് ഇരുന്ന് പോകുന്ന കാണാൻ പറ്റും. ഞാൻ ഭയങ്കര ഫീൽ കൺകളിരുന്നാൽ പീറ്റർ അവിടെ സൈക്കിൾ കാറിന്റെ ടയർ. ഒരു കാര്യമുണ്ട്, അവള് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവള് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും അവള് നോക്കാറില്ല. ഇല്ലില്ല. അയ്യോ അവക്ക് എന്നെ പേടിയായിരുന്നു, ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്കറിയായിരുന്നു. ഉണ്ടല്ലായിരുന്നു അവള് ചുമ്മാ ഇങ്ങനെ ചുമ്മാ മണ്ടനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ ഇവളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ചകൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ക്ലാസ് വെക്കും. അപ്പോൾ ശനിയാഴ്ചകളിൽ ക്ലാസ് വെക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കളർ ഡ്രസ്സ് ഇട്ട് ഇതേപോലെ എക്സ്ട്രാ ക്ലാസ്സിന് പോകുമ്പോൾ കളർ ഡ്രസ്സ് ഇടാം. അപ്പോൾ അന്ന് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോയി കണ്ടാൽ രക്ഷപ്പെട്ടു. നമ്മളൊന്നും മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം പോയി തിരിച്ചു വന്നു. അന്ന് പ്രത്യേകിച്ച് നടന്നില്ല, കണ്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തിരിച്ച് വീടെത്താൻ നേരത്തുണ്ടല്ലോ, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ആൽത്രമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാവനാട് കഴിഞ്ഞ് കൊല്ലത്ത് കാവനാട് കഴിഞ്ഞ് ആൽത്രമൂട് ഒരു വളവിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആൽത്രമൂട് എന്ന് പറയും. അവിടെയാണ് ഞാൻ ബസ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ അറിയാൻ പാടില്ല, ഇത്രയും ദൂരം സൈക്കിളിലാണ് പോകുന്നത്. പിന്നെ സൈക്കിൾ തരത്തില്ല. അങ്ങനെ ഒരു ദിവസം എല്ലാ വട്ടവും ആൽത്രമൂട് എത്തുമ്പോൾ സേഫായിട്ട് എത്തി എന്നൊരു വീട്ടിൽ പൊക്കിയില്ല, ഒന്നും പറ്റിയില്ല, ഓക്കെ എത്തി. അങ്ങനെ ആ വളം എടുക്കാൻ വേണ്ടി ആൽത്രമൂട് എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വളം എടുത്തപ്പോഴേക്കും ഈ വളമല്ലേ ഇങ്ങനെ ഒരു വളവാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഓൾറെഡി എൻ്റെ സൈഡിൽ തന്നെ ഒരു KSRTC അറിയാമല്ലോ, KSRTC നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സൈക്കിളിൻ്റെ ഞാൻ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നോ വിഷൻ, ലെഫ്റ്റ് സൈഡിലോട്ട് നോ വിഷൻ. ഞാൻ ഞാൻ അങ്ങോട്ട് ലെഫ്റ്റ് വിഷൻ ഇല്ലാതെ ഞാൻ റൈറ്റിലോട്ട് എടുത്ത് റോഡ് ക്രോസ് ചെയ്യാൻ പോയി. എത്തിയതാ കറക്റ്റ് സ്ഥലത്ത് എത്തിയ റോഡ് ഇടി. ഞാൻ നോക്കുമ്പോ ഒരു വണ്ടി വന്ന് ഇടിച്ച് ഞാൻ ഇങ്ങനെ പറന്ന് സൈക്കിൾ ഇങ്ങനെ പറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ പറന്ന് വന്ന് പുണ്ടോ കാർ വണ്ടി ഇടിച്ചു. അത് എന്നെ ഹൈവേ ആയിരുന്നു. അതൊരു റെഡ് പുണ്ടായിരുന്നു, കിട്ടിലും കാറായിരുന്നു. കൊച്ചിന്റെ കാർ നല്ല ഇടിച്ച കാർ. മെക്കാണോ? പഴയ മെക്ക അല്ല, മെക്കാണ്. പകുതി മെക്കാണ്. എന്നിട്ട് വണ്ടി ഇടിച്ച്
എന്നിട്ട് ഞാനിത് അറിയാലോ, അപ്പൊ ഈ വിഷൻ എനിക്ക് ബ്ലോക്കാ. ഇവിടെ KSRTC ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് നോക്കാതെ ശ്രദ്ധിക്കാതെ ഞാൻ ഈ KSRTC ഇല്ലാതെ ഇങ്ങനെ ക്രോസ് ചെയ്തു. അപ്പുറത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തതും ചെന്നതും മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഒറ്റ ഇടിച്ച് ഞാൻ പറന്ന് വന്ന് വിൻഷീൽഡ് വന്ന് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഉണ്ടല്ലോ, സത്യം പറയട്ടെ, ഈ ഓട്ടിച്ചോണ്ടിരുന്ന പുള്ളിക്കാരൻ അപ്പോഴും കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ അപ്പോഴും സത്യം എന്നുവെച്ചാൽ ഒരുപാട് നേരം ഒന്നും ഇടിച്ച്, കാരണം ഇവര് മച്ചു അവിടെ ഒരാൾ ചാടുമെന്ന് പുള്ളി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പുള്ളി അതുമല്ല. അപ്പൊ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രായമുള്ള, അതായത് 26-27 വയസ്സുള്ള ബാംഗ്ലൂരിൽ പഠിക്കുന്ന മലയാളി ചെക്കന്മാര്. അപ്പൊ ഒരു ചേച്ചി എന്തോ ഉണ്ട്, കുറെ ചെക്കന്മാര്. അവരിങ്ങനെ പുണ്ടോ കാറിൽ കൊല്ലത്ത് ഏതോ കല്യാണം കൂടാൻ വന്നതാണ്. അപ്പൊ പലയിടത്തും ഉള്ള കൊല്ലത്തൊരു കൂട്ടുകാരുണ്ട്, അയാളുടെ കല്യാണം. അതൊക്കെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറഞ്ഞു, അത് പറയട്ടെ പിന്നെ അത് എന്നിട്ട് ഞാൻ എന്നോടൊക്കെ പുള്ളി അപ്പൊ എന്നെ കണ്ടത് ഒറ്റ ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ ഉരുണ്ട് വന്ന് തറഞ്ഞു റോട്ടി വീണപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പെട്ടെന്ന് തല ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ പിടിച്ചു വന്ന് വീണിട്ട് അപ്പം സൈക്കിള് ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെ ഇരിക്കും. മറ്റേ മാക്കായിരുന്നു, അറിയാലോ, മാക്കിന് വലിയ കമ്പിയൊന്നും ചെറിയ കമ്പിയില്ല, അറിയാലോ സൈക്കിൾ എന്താ പറ്റും. മാക്ക് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും. എന്നിട്ട് ആൾക്കാർ അവിടെ ആൽത്തർമൂട് അറിയാലോ, അത്യാവശ്യം ആൾക്കാരുള്ള സ്ഥലമാണ്. അവരെല്ലാരും ഓടി എന്നെ പൊക്കിയെടുത്ത്, ഞാനപ്പം പെട്ടെന്ന് ചാടി എഴുന്നിട്ടുണ്ടല്ലോ. എന്റെ മനസ്സിലെന്തോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള എങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ തലേന്ന് ഇങ്ങനെ ചോര വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോര കാണും, നമ്മൾ അറിയത്തില്ല. ഞാനപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറ്റില്ലേ, ചോരയൊന്നും ഇല്ലേ, എവിടെയെങ്കിലും ചോര വരുന്നുണ്ടായിരിക്കും, അറിയാത്തായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും തന്നെ ആൾക്കാരെല്ലാരും കൂടി പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ ആൽത്തറമൂടെന്ന് പേര് വരാൻ കാരണം അവിടെ ഒരു ആൽമരമാണ്. ആ ആൽമരത്തിന്റെ ചോട്ടിക്കൊണ്ട് നീ കൊണ്ടിരുത്തി. മോനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആൾക്ക് നാട്ടുകാർ വന്നൊക്കെ മൊത്തം എന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഉടുപ്പൊക്കെ പൊക്കി നോക്കി. അപ്പൊ ഇവിടെ എനിക്ക് വേദനിക്കുന്നു പറയും ബാക്കിൽ. അപ്പൊ നോക്കിയപ്പം ബാക്കിൽ ചെറിയൊരു വര, അതായത് ആ വിൻഷീൽഡ് വന്ന് വീണില്ലേ, ആ വൈപ്പർ കൊണ്ടിട്ട് മുറിഞ്ഞു. വലിയ പ്രശ്നമൊന്നുമില്ല, 2 ചെറിയ വര പോലത്തെ മുറിവ്. അപ്പൊ ഇവിടെ ചെറിയ നീച്ചലുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, മോനെ നോക്കി. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ സിനിമയെ കാണുന്നതൊക്കെ ഇങ്ങനെ ഏറെ കൂടെ പറന്നു പറ്റു, സത്യമായിട്ടും. അത് ഇപ്പോഴും അറിയാം. ഞാനപ്പോ ഒന്നും പറ്റിയില്ലേ. എന്നിട്ട് എന്നെ കൊണ്ട് ആൽമരത്തിൽ കൊണ്ടിരുത്തി. അവിടെ ഇരുത്തി അവരെല്ലാം ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് മോനെ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ എഴുന്നേറ്റതും മുട്ട് ഇങ്ങനെ നിന്ന് വിറയ്ക്കുക. എനിക്ക് വിറയിൽ നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ മോനെ നിരുന്നേ. ഞാനപ്പോ ഇങ്ങനെ ഇരുന്നപ്പം ഒന്ന് വിറയിൽ കുറഞ്ഞു നിന്ന് പിന്നെ നിൽക്കുമ്പോ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ആ ഷോക്കിന്റെ അപ്പൊ കുറെ പേര് പറഞ്ഞ് പേടിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട, ഇനി റിസ്ക് എടുക്കണ്ട, മൊത്തം MRI സ്കാൻ മൊത്തം എടുക്കണം, ഓട്ടോ വിളിക്കും, ഓട്ടോ. അങ്ങനെ എന്നെ ഓട്ടോക്കകത്ത് കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കകത്തോട്ട് കയറാൻ വേണ്ടി എന്നെ ഓട്ടോയിലോട്ട് കിട്ടി. ഞാൻ ഓട്ടോയിലോട്ട് കയറിയപ്പോ അപ്പൊ ഒരു അമ്മൂമ്മ ഇങ്ങനെ കുഴഞ്ഞ് അപ്പുറത്ത് കിടക്കുന്നു. ഓൾറെഡി ആ ഓട്ടോക്കകത്ത് ഒരു അമ്മൂമ്മ കിടക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതേത് അമ്മൂമ്മ? മോന്റെ ആക്സിഡന്റ് കണ്ടപ്പോ ബോധം കിട്ടി. ഇടി ലൈവ് കണ്ട അമ്മൂമ്മ. അവരും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആൽമരത്തിന്റെ അടുത്ത് കൊണ്ട് നിന്നായിരിക്കും. അതും എന്നെ അറിയാവുന്നതും കൂടിയാ. എന്നുവെച്ചാൽ പരിചയമൊന്നും ഇല്ല. എന്റെ വീടിന്റെ മേക്കിൽ താമസിക്കുന്ന അമ്മൂമ്മ. അവര് നോക്കിയപ്പോ അങ്ങനെ ഓട്ടോയിൽ പോയി. അപ്പൊ ഓട്ടോയിൽ പോകുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല, നിൽക്കുമ്പോൾ ഇങ്ങനെ വിറയില്ല. പക്ഷെ ഓട്ടോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും നോർമലായി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നെ വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീൽ ചെയറിൽ കൊണ്ടുപോകാൻ നേരത്തുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർമാർ കൊണ്ട് തന്നെ എല്ലാ എക്സ്റേയും MRI എല്ലാം അടുപ്പിച്ച് ഞാൻ റിസൾട്ട് ഞാൻ ഇങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പുറത്തോട്ട് എത്തുമ്പോൾ മമ്മിയും സുനിയാൻറ്റി, അലീനയുടെ അമ്മ സുനിയാൻറ്റി കൂടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കും. മോനെ എന്ത് പറ്റി, മോനെ എന്ത് പറ്റി. കാരണം എന്താണെന്നറിയോ, ഈ ആക്സിഡന്റ് അറിയാലോ, നമ്മുടെ നാട്ടിലൊരു ആക്സിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോഴേ മമ്മിയുടെ താരം വിളിച്ചൊരു മിനിയുടെ മോന് ആക്സിഡന്റ് ആയി. അത് കണ്ടു അമ്മൂമ്മ തലറങ്ങി വീണു. അപ്പൊ എന്ത് വലിയ ആക്സിഡന്റ്. പപ്പ അപ്പൊ ഹാർബറിൽ നിൽക്കുക, കൊല്ലത്ത് ഹാർബറിൽ നിൽക്കുക. അപ്പൊ ഹാർബറിൽ നിന്ന് പപ്പ അപ്പോഴേ വണ്ടി കേട്ടപ്പോഴേ വണ്ടി എടുത്ത് ആൽത്തർമൂടി ആക്സിഡന്റ് നടന്ന സ്ഥലത്തോട്ട് വന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലത്തോട്ട് വന്നപ്പോൾ സൈക്കിള്
അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സൈക്കിൾ കണ്ട അങ്ങനെ ശ്ശോ. എന്റെ അമ്മ അങ്ങനെ ആ ഒരു ഇതും വെച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല. എന്നിട്ട് മമ്മി കുറെ ഉമ്മയൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ അപ്പോഴേക്ക് റിസൾട്ട് വന്നു. അപ്പൊ ഡോക്ടറെ അടുത്ത് കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്തോട്ട് പോയി. അപ്പൊ വീൽ ചെയറിലാണ് കൊണ്ടുവന്നു. ആയിരുന്നോട്ടെ അല്ല റിസൾട്ട് സ്കാനിങ്ങിന്റെ MRI റിസൾട്ട്. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടറെ അകത്തോട്ട് കയറി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് എക്സാം നടക്കാൻ പോവുക. അപ്പൊ ഞാനിങ്ങനെ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുക. ഉടനെ എക്സാം ഒക്കെ തുടങ്ങും ആ സമയത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവന്റെ ദേഹം മൊത്തം പോയിരിക്കുക, ചതഞ്ഞ് മൊത്തം ക്ഷീണായിട്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഞാനങ്ങനെ വിചാരിച്ച് ഞാനിപ്പോ നോക്കി അമ്മ അവന്റെ ശരീരം മൊത്തം ഉടഞ്ഞിരിക്കുക, അവന് 1 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണം, അനങ്ങാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ സ്കൂളിലൊന്നും വിടണ്ടെന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ 1 മാസം സ്കൂളിൽ പോകണ്ടെന്നുള്ള രീതി ഞാൻ മണ്ടൻ ഡോക്ടർ ഇങ്ങനെ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണോ ഡോക്ടർ ആയതെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുക. MBBS ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ കോൺസെപ്റ്റ് എനിക്ക് ആ മുതുകത്തൊരു നീറ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ വെച്ച് ഈ ഡോക്ടർ എന്ത് പറയുന്നത്. അപ്പൊ ഞാൻ അതുകൂടെ അഭിനയിച്ചിങ്ങനെ 2 മാസം ആക്കാൻ പറ്റുമോ ഡോക്ടർ? വയ്യ, ആ 1 മാസം 2 മാസം ആക്കുമോ? റെസ്റ്റ് വേണേ. തിരിച്ച് വീട്ടിൽ പോകുന്ന ബൈക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അന്ന് പിന്നെ ഭയങ്കര അറിയാലോ കെയറിങ് എന്തോ ആയിരിക്കും. കെയറിങ് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ജ്യൂസ് നടന്നു. ഇനി 1 മാസത്തേക്ക് അപ്പോഴേ മമ്മി കട്ടിലൊക്കെ നീക്കി എനിക്ക് 1 മാസത്തേക്ക് കിടക്കാനുള്ള കട്ടിലൊക്കെ സെറ്റ് ചെയ്തു. TV ഒക്കെ കൊണ്ടുവച്ച് വെച്ച് ഓക്കെ ഇനി 1 മാസം എന്റെ മോൻ ഇവിടെ ആണെന്നുള്ള രീതി നിൽക്കുക. ഞാനപ്പോ പൊട്ടലും പോയി ചട്ടനും പോയി അയലസ എന്നുള്ള രീതി നിൽക്കുക. അങ്ങനെ ഞാൻ പോയി കടന്നിട്ട് അന്നിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ എഴുന്നേക്ക് കേട്ടോ, എന്റെ വിരല് പോലും അനക്കാൻ പറ്റുന്നില്ല. പെടലിയൊക്കെ പിടിച്ചിട്ട് അമ്മേ ഒരു കൈ പോലും ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിന് പണി അറിയാം കേട്ടോ. ഉള്ളതല്ലേ ശരിക്കും ഇതൊക്കെ പഠിച്ചിട്ടാ ഡോക്ടർ. സത്യടാ എനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. എനിക്ക് വാ അനക്കാന്നല്ലാതെ എന്റെ കൈകളോ മസിൽ മൊത്തം ഉടഞ്ഞു പോയി ആ ഇടിച്ചിടിയിൽ. ആ പക്ഷെ ബ്ലീഡിങ് അങ്ങനൊന്നും വന്നില്ല. പക്ഷെ വേറെ ഇന്റേണൽ ബ്ലീഡിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ മസിൽ മൊത്തം ഇതായി. അങ്ങനെ ഞാൻ 1 മാസം കിടപ്പില്ലായിരുന്നു. പുണ്യാളം കേട്ടാ. അപ്പോഴത്തെ പെട്ടെന്നുള്ള ഈ അഡ്രിനാലിൻ റഷിൽ നമ്മളൊന്നും അറിയില്ല. അതൊക്കെ അങ്ങ് പോയി ഇതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ അതെനിക്ക് മനസ്സിലായിട്ടമ്മോ. അതിനുശേഷം പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോകുന്നു. നമ്മൾ അന്നേരം പെട്ടെന്ന് അറിയില്ല, കുറച്ച് കഴിഞ്ഞ് ഇതിന്റെയൊക്കെ വയ്യ. അത് ഭയങ്കര ഷോക്കല്ല ഇങ്ങനെ സംഭവം കറങ്ങിയ രാജറാണി ഇടിച്ച പോലെ. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അന്ന് ഈ റിസൾട്ട് വരുന്നത് കുറച്ചു നേരം ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. അന്ന് തന്നെ ഡിസ്ചാർജ് ആയി. പക്ഷെ കുറച്ചു നേരം ബെഡിൽ കിടക്കൂല. അപ്പം ഈ ഇടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാംഗ്ലൂരിൽ ഇവർ ഒരുമിച്ച് പഠിക്കുക. അപ്പം അവിടെ കൊല്ലത്തുള്ള ഏതോ ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരന്റെ കല്യാണം എന്തോ സിസ്റ്ററിനെ കണ്ട കല്യാണം കൂടാൻ വേണ്ടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കാർ റെന്റിനെടുത്ത് വന്നത്. അപ്പൊ റെഡ് പുണ്ടോ ഞാൻ ഇടിച്ചിങ്ങനെ ഇടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആത്രമൂടി ഇങ്ങനെ അവിടെ ആലിനടി അവിടെ ഇരുന്നപ്പോൾ ഞാൻ കാറാ നോക്കും ഇടിക്കുന്ന പുണ്ടൊക്കെ ഇടിക്കണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ 10ാം ക്ലാസ്സിൽ വണ്ടി ഇടിക്കണം, BMW ഇടിക്കണം. എനിക്കങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പുണ്ടോ അറിയോ? പുണ്ടോ കിട്ടില്ല വണ്ടിയാണ്. കിട്ടില്ല വണ്ടി. ഇങ്ങനെ പൂച്ചേനെ ആ സമയത്ത് ഭയങ്കര പൂച്ചേനെ പോലെ എന്റെ കണ്ണൊക്കെ കണ്ടിട്ടുണ്ട്. പൂച്ചയെ പോലെ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട് അറിയാം. അയ്യോ എന്നാ പവർ തേളിന്റെ നല്ല കാരണം ഒന്നും കൂടി ഇടിക്കും. ഞാനിങ്ങനെ ചുമന്ന കാർ. അപ്പൊ ഇങ്ങനെ അവരൊക്കെ എന്നെ കാണാൻ വന്നു. മോനെ കുഴപ്പമൊന്നും ഇല്ല, കണ്ടില്ല, അങ്ങനെ സോറി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചേച്ചിമാരൊക്കെ വന്നിട്ട് മോനെ എന്നൊക്കെ ഞാൻ അങ്ങനെ പപ്പ പറഞ്ഞു പരാതിയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച ഇച്ചിരി VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മി സ്നേഹമൊക്കെ കുറച്ച് കുറഞ്ഞെന്നല്ല, സ്നേഹമൊക്കെ കാണിക്കുന്നത് ഇച്ചിരി കുറഞ്ഞു. എന്നിട്ട് പറഞ്ഞേ നീ എന്തിനാ സൈക്കിളിൽ കൂടി പോയെ? ആക്സിഡന്റ് പറ്റിയത്. പിന്നെ എങ്ങനെ മമ്മി പൊക്കി? ഞാൻ സ്കൂളിലെ സൈക്കിളിലാണ് പോയെന്ന്. അപ്പൊ ഈ ആക്സിഡന്റ് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫേമസ് ആയല്ലോ. കുഞ്ഞുമോന്റെ മോനെ ഇടിച്ചേ, കുഞ്ഞുമോന്റെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു അത്യാവശ്യം കാവനാട് മൊത്തം അറിഞ്ഞു. അപ്പൊ പറഞ്ഞു കുഞ്ഞുമോന്റെ വൈകുന്നേരം കാവനാട് കൂടെ സൈക്കിളിൽ പോകുന്ന ഞാൻ കണ്ടാണല്ലോ.
അപ്പൊ മമ്മി നോക്കിപ്പോ ബസ്സിൽ പോയവൻ എന്ത് കാവനാട് പോയി സൈക്കിളോട്ടി പോകുന്നത്. അപ്പൊ മമ്മി നിട്ട് നോക്കി, ഞാൻ പിടിച്ചു, സോറി. അപ്പോഴേ ഞാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തോളൂ. കാരണം എനിക്കറിയത്തില്ലല്ലോ എങ്ങനെ കണ്ടേന്ന്. ഞാൻ കുറ്റസമ്മതം നടത്തിയപ്പോഴാണ് മമ്മി ഈ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ നോക്കി മമ്മി എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. പിന്നെ ബെഡിൽ കിടന്നോണ്ടൊന്നും പറഞ്ഞില്ല. കമത്തിട്ട് ചാന്തിക്ക് രണ്ടാട്ടി. കോച്ച് അത്ര സിമ്പിൾ ആയിരുന്നു ഒരു ഞാൻ ഓടായി ക്യുക്കായിരുന്നില്ലേ പെട്ടെന്ന് തന്നെ